കോടതി വിധിക്ക് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ വിഷയത്തെക്കുറിച്ച് കൈപ്പുഴ ഫൊറോന പ്രസിഡന്റ് ശ്രീ ഷിബി പഴയമ്പൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിക്കുന്നതാണ്. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായ ശുദ്ധരക്തം സിരകളിലോടുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരീ സഹോദരങ്ങളെ, എനിക്കൊരു ഉയർപ്പില്ല, ഇതൊരു പരാജയമാണെന്ന് ഞാൻ ഇന്നലെ അല്പസ്വല്പം വോയിസ് ക്ലിപ്പിലൊക്കെ ഇടുകയുണ്ടായി. കാരണം കഴിഞ്ഞ 8 വർഷത്തിലധികമായിട്ട് ഇത്രയധികം സമുദായത്തെക്കുറിച്ച് സംസാരിച്ചും പ്രവർത്തിച്ചും നടത്തിയിട്ട് നമുക്ക് ലഭിച്ചത് നീതി നിഷേധമായിരുന്നു, ആത്മഹത്യാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കോരിച്ചെരിയുന്ന മഴയത്ത് പ്രകൃതിയുടെ എല്ലാ പ്രതികൂല കാലാവസ്ഥകളെയും തരണം ചെയ്തുകൊണ്ട് ഈ മാമൻ മാപ്പിള ഹാള് നിറയെ ജ്ഞാനായ മക്കൾ ഒഴുകിയെത്തിയെങ്കിൽ നമുക്കതിനൊരു കാരണമുണ്ട്. ഈ സമുദായത്തിലെ പ്രതിസന്ധി എന്താണ് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഹൈക്കോടതി വിധിയിലൂടെ ബോധ്യമായി. ഒരുപക്ഷെ അതൊരു തിരിച്ചറിവായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ജ്ഞാനായ പൂർവികർ വളരെയധികം ത്യാഗോജ്ജലമായ ജീവിതത്തിലൂടെയാണ് ഈ സമുദായത്തെ കാത്തുപരിപാലിച്ചത്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ കാനോൻ നിയമത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് നൈയായികമായിട്ട് ആരാൾ സംരക്ഷിക്കപ്പെടണോ അവരാൾ തന്നെ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നത്. നാളുകളിൽ നമ്മുടെ ജ്ഞാനായ സമുദായം നിലനിൽക്കണോ എന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ പലരും പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും പറയേണ്ടതും. പ്രിയപ്പെട്ടവരെ, 1911 കോട്ടയം രൂപത സ്ഥാപിച്ചത്. അതിനു മുമ്പ് നമ്മുടെ കാരണവന്മാർ എൻഡോഗമിയെ പിന്തുടർന്നുകൊണ്ട് സമുദായത്തെ വളരെ സുരക്ഷിതമായി കാത്തുപരിപാലിച്ചെങ്കിൽ നാളുകളിലും ഈ ജ്ഞാനായ സമുദായത്തെ കാത്തുപരിപാലിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നാം ഒന്ന് തീരുമാനിച്ചാൽ മതി. ഈ സമുദായം എൻ്റെ ആത്മാവാണെങ്കിൽ, എൻ്റെ ജീവനാണെങ്കിൽ, എൻ്റെ മക്കൾക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാൻ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, അതിനുവേണ്ടി നമ്മുടെ അവസാന രക്തം വരെ ഈ സമുദായത്തിന് വേണ്ടി ത്യജിക്കുവാൻ തയ്യാറാണെങ്കിൽ, തീർച്ചയായിട്ടും അരമനകളിലെ നിവസിക്കുന്ന രാജാക്കന്മാരുടെ പ്രവർത്തനങ്ങളെ മാറ്റിക്കൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. നാം ചിന്തിച്ചതുപോലെയാണ് പല ഇടവകളിലും പൊതുയോഗത്തിലൂടെ നമ്മുടെ എൻഡോഗമി സംരക്ഷിക്കുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പല അഡ്വക്കേറ്റുമാരുമായിട്ടും സാമുദായിക പ്രവർത്തകരുമായിട്ടുമൊക്കെ സംസാരിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. കോട്ടയം രൂപത ഒരു പബ്ലിക് ട്രസ്റ്റാണോ പ്രൈവറ്റ് ട്രസ്റ്റാണോ, ഇതൊക്കെ കോടതിയിൽ നിലവിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കോടതി അലക്ഷ്യം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ലക്ഷ്യം നല്ലതാണെങ്കിൽ അതിൽ അലക്ഷ്യമില്ല. കോടതിക്കൊരു ലക്ഷ്യമുണ്ട്. ഒരു ഇന്ത്യൻ പൗരനത്ത് മതേതരത്വം അനുസരിച്ച് ജീവിക്കുവാനും അവൻ വിശ്വസിക്കുന്ന മതത്തിലെ ആചാരങ്ങളെ പിന്തുടരുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ നിഷേധിക്കുന്നിടത്താണ് നീതിക്ക് വേണ്ടിയാണ് നാം ഇപ്പോൾ പ്രവർത്തിക്കുന്നെങ്കിൽ അതൊരിക്കലും കോടതി അലക്ഷ്യമല്ല, ലക്ഷ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും സമുദായ സ്നേഹത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പാരമ്പര്യമായിട്ട് ലഭിച്ച ഈ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കാത്തുപരിപാലിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അത് മറ്റുള്ളവരെ തന്നെ. ഈ മതേതരത്വ രാജ്യത്ത് മറ്റൊരു മതവിരുദ്ധ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നില്ല. ജനിച്ച സമുദായത്തോട് കൂറും വിധേയത്വവും പുലർത്തിക്കൊണ്ട് ഇതിൽ പിന്തുടരാനുള്ള അവകാശം മാത്രമേ നമുക്കുള്ളൂ. നാം ഒന്ന് ചിന്തിക്കുക. ഇപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇവിടെയും പലരും ചോദിക്കുന്നുണ്ട് ഇനി എന്ത് എന്നുള്ളതിൻ്റെ അകത്ത്. നമുക്കിതിൽ നിന്ന് മാറി മെത്രാനെ പറഞ്ഞുവിട്ട് അച്ഛനെ പറഞ്ഞുവിട്ട് പോയാലോ എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിക്കുക. എൻ്റെയും നിങ്ങളുടെയും കാരണവന്മാരുടെ കണ്ണീരിൽ കുതിർന്ന കഠിനാധ്വാനത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ കോട്ടയത്ത് നിവസിക്കുന്ന അരമനയും നമ്മുടെ 144 പള്ളികളും. കോടിക്കണക്കിന് രൂപ നമ്മൾ വാർഷിക തിരട്ട് ഫീസ് കൊടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ ഇവിടെ നിന്നും ഇടവക വാടക ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. വീണ്ടും ഒരു പുതിയ കെട്ടിടത്തിൻ്റെ തറയടിയിൽ നടന്നു. ഓർമ്മ കൂടാരത്തിൻ്റെ കെട്ടിടങ്ങൾ നടക്കുന്നു. ഇതെല്ലാം കോടികളുടെ ഇടപാടുകളാണ്. കാരിത്താസ് പോലുള്ള സ്ഥാപനങ്ങളിലെ കോടികളുടെ ബിസിനസ്സിലൊന്നും ജ്ഞാനായ സമുദായത്തിന് ഷെയർ ചോദിച്ചുകൊണ്ട് നമ്മൾ ആരും ചെല്ലാറില്ല. ഇവരുടെ നക്കാപ്പിച്ച കണക്ക് ചോദിക്കാനും നമ്മൾ ചെല്ലുന്നില്ല. ഇവിടെ 12 കാര്യം പറഞ്ഞുകൊണ്ട് തിരട്ട് ഫീസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തിരട്ട് ഫീസല്ല, ഇത് വിരട്ട് ഫീസാണ്. ഇനി അങ്ങ് 30% കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ചില ഇടവകയിലൊക്കെ ചില വൈദികൾ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് പാസ്സാക്കിയെടുത്തെന്നൊക്കെ കേട്ടു. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. നമ്മുടെ ഇടവകയ്ക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, ജ്ഞാനായ സമുദായത്തിനൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇടവകളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഞാനും നിങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ കാരണവന്മാരുടെ സ്വപ്നമായ ഇടവകയെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകരുത്. പെട്ടെന്നുള്ള ഈ കോടതി വിധി വരുമെന്ന് പേടിച്ചുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല.
മാർച്ച് 23 ശേഷം കോട്ടയം അതിരൂപത കൊടുക്കുന്ന SLP മറ്റ് കക്ഷികളും കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് SLP സ്വീകരിക്കുക എന്നുള്ളത്. SLP സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ 5-6 വർഷത്തേക്കുള്ള ഒരു സ്റ്റേ ഓർഡറിലേക്ക് എത്തും. വീണ്ടും SLP സ്വീകരിച്ചാൽ തന്നെ ഇത് കീഴ്ക്കോടതിയിലെത്തുമ്പോൾ മാർ മാത്യു മൂലക്കാട് തൻ്റെ തീരുമാനങ്ങൾ മാറണം. അദ്ദേഹം സമുദായത്തോട് ചേർന്ന് നിൽക്കണം. അല്ലെങ്കിൽ ഇനിയും ബാക്കിയുള്ള ഈ 1.5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണപ്രവർത്തനങ്ങളെ ത്യജിച്ചുകൊണ്ട് മെത്രാൻ എന്ന സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് സമുദായത്തോട് സ്നേഹമുള്ള ആരെയെങ്കിലും ഒരു മെത്രാൻ പദവിയിലേക്ക് കൊണ്ടുവരണം. അത് തന്നെയാണ് നമ്മുടെ ആവശ്യം. നമുക്കറിയാം നമ്മുടെ വൈദികർ ഭീരുക്കളല്ല എന്നതിൻ്റെ തെളിവാണ് ഏറ്റവും പ്രിയപ്പെട്ട റെജിമോനച്ചൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇതുപോലെ ആദർശമുള്ള പല വൈദികരും നമുക്കിടയിലുണ്ടെങ്കിലും അവരെയൊക്കെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിരൂപത നേതൃത്വം മൂലക്കാട് മെത്രാൻ തൻ്റെ പ്ലാനും പദ്ധതിയും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടിക്കാട്ടച്ഛനെയാണ് കേസെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. മക്കളെ പേടിക്കണ്ട, ജഡ്ജി നമ്മുടെ ഈശ്വരനാണ്, സാക്ഷാൽ ഈശ്വരൻ, നമ്മുടെ കൃഷ്ണൻ, അവനെല്ലാം നടത്തും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്നാണ് ഈ മൂലക്കാട് മെത്രാൻ കേസ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് എന്നോട് നേരിട്ട് പറഞ്ഞത്. അന്ന് അദ്ദേഹവുമായിട്ടുള്ള സകല ബഹുമാനം കളഞ്ഞ് സംസാരിക്കേണ്ട അവസരം വന്നപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അസത്യത്തിലൂടെ ക്നാനായ സമുദായത്തെ വഞ്ചിക്കുകയായിരുന്നു. അറിഞ്ഞുകൊണ്ടുള്ളൊരു അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അവിടെ നടന്നിട്ടുണ്ട്. 8-10 വർഷം കഴിഞ്ഞ് മാത്രം വരേണ്ട നവീകരണ സമിതി കേസ് പെട്ടെന്ന് കൊണ്ടുവന്നതിനുള്ളിൽ ഒരു അജണ്ടയുണ്ടെന്നുള്ളത് കൃത്യമാണ്. അദ്ദേഹം പിരിഞ്ഞു പോകുന്നതിന് മുമ്പ്, അദ്ദേഹം സംഭൂജിതനാകുന്നതിന് മുമ്പ്, യൂദാസിൻ്റെ റോളിലേക്ക് പോകുന്നതിന് മുമ്പ് കോട്ടയം രൂപതയെ ഒറ്റിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. നാം ഇന്നിവിടെ കടന്നു വന്നപ്പോഴും ഈ സാമുദായികമായ വിഷയങ്ങളും കേസുപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും ഒപ്പം നമ്മുടെ അരമന തൊട്ടടുത്തുണ്ട്. അത് ആരുടെയാണ്? നമ്മുടെയാണ്. ഇന്ന് മുലക്കാട് മെത്രാൻ 7 മണിയാകുമ്പോൾ ഓടി കാരിത്താസിൽ പോകുക. ഇവിടെ കിടന്ന് ഉറങ്ങാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. വർഷങ്ങളായിട്ട് സ്വന്തം അരമനയിൽ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഒരു മെത്രാൻ ഉണ്ടെങ്കിൽ, സാറ് പറഞ്ഞ പോലെ ആ മെത്രാൻ നമ്മുടേതല്ല, അദ്ദേഹം വരത്തനാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ള സീറോ മലബാർ ഉണ്ടെങ്കിൽ, മാറിക്കെട്ടിയവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണ്. നാളുകളിൽ ഈ സമുദായത്തോടൊപ്പം സമുദായത്തിൻ്റെ ചോരയും നിറവും മറവും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മെത്രാനെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ ഇവരൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അരമനവാസികളൊക്കെ, നിങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കിക്കോ, നിങ്ങൾ അസോസിയേഷൻ ഉണ്ടാക്കിക്കോ, നിങ്ങളങ്ങ് മാറിക്കോളാൻ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ഈ പള്ളിയും ഈ പരിസരങ്ങളും നമ്മുടെ എല്ലാ സ്വത്തും നമ്മുടേത് തന്നെയാണ്. ഇതൊന്നും നമ്മൾ വെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബി പ്ലാൻ അത് തന്നെയാണ്. ക്നാനായ സമുദായത്തിൻ്റെ രൂപതയും രൂപതയുടെ വസ്തുവകകളും നമ്മുടെ ഓരോ ഇടവകയും നമ്മുടേതാണെന്ന് തിരിച്ചറിയുക, അത് സ്വയം ഏറ്റെടുക്കുക, ഇടവകൾ സ്വതന്ത്രമാകുക. ഇടവകയുടെ കീഴിലുള്ള ദേവാലയം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഓരോ ഇടവകയും പിടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് രൂപതാ തലത്തിൽ അതിനെ ഏകോപിച്ചുകൊണ്ട് സമുദായത്തെ നിലനിർത്തിക്കൊണ്ട് കൂതാശകൾ മാത്രം ചെയ്യുന്ന വൈദികരെ നിലനിർത്തിക്കൊണ്ട് രൂപതയെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മളൊരു പെട്ടെന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കി മാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് അരമനയും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ ദേവാലയവും എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്ലാൻ ബി നമുക്കില്ല. നമുക്കൊന്നും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ സമുദായം നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ കാരണവന്മാരുടെ ചോരയും നീരും വേർപ്പും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വടക്കനോ കൊണ്ട് കൊടുക്കാനുള്ളതല്ല ക്നാനായ സമുദായത്തിൻ്റെ സ്വത്തുവകകൾ എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, സമുദായം എൻ്റെ അവകാശമാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം നടപ്പാക്കുവാൻ വേണ്ടി ഏതൊരു അറ്റം വരെയും പോകാൻ നമ്മൾ തയ്യാറാകുക. ഇവിടെ കോടതി ലക്ഷ്യമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും പ്രതിഷേധം നടത്തുന്നിരുന്നു. ഇവിടെ ശബരിമല കേസ് വന്നപ്പോൾ എന്തൊക്കെ പ്രതിഷേധങ്ങളായിരുന്നു. ശബരിമല കേസിൽ കോടതി പ്രത്യേകം പറയുന്നുണ്ട്, ആചാരങ്ങൾ തീരുമാനിക്കാൻ മതത്തിന് അവകാശമുണ്ട്. ഇവിടെ നമുക്കറിയാം, നമ്മളെ സംരക്ഷിക്കേണ്ട കരങ്ങളിൽ നിന്നും തന്നെയാണ് നമുക്കെതിരെയുള്ള ഗൂഢാലോചനയും പ്രലോഭനങ്ങളും തോൽവിയും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയമായി. ഇനി അങ്ങ് മാറി നിൽക്കാനോ ഉറങ്ങിക്കിടക്കുവാനോ ആവില്ല. നമ്മുടെ തൊട്ടടുത്ത അരമനയിലേക്ക് നമ്മളിപ്പോൾ യാത്രയാകുകയാണ്. മറ്റൊന്നിനുമല്ല, കാറ്റും മഴയും കോളും നിറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മഴയെ അതിജീവിച്ചുകൊണ്ട് നാം അവിടെ പോകുന്നത് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട സത്വബോധത്തെ തിരിച്ചെടുക്കാനാണ്. ക്നാനായ സമുദായത്തിന് വേണ്ടിയാണ്. മൂലക്കാട്ട് മെത്രാൻ്റെ സമുദായ വിരുദ്ധ പ്രവർത്തനങ്ങളെ തിരുത്തുവാൻ വേണ്ടിയാണ്. വളരെ ശാന്തമായിട്ട് വളരെ ബഹുമാനത്തോട് തന്നെ കാണുന്നു, പറഞ്ഞു തിരുത്താൻ നോക്കുന്നു, പിടിച്ചു മാറ്റാൻ നോക്കുന്നു. ഇനിയും അതൊന്നും അല്ലെങ്കിൽ ഈ അരമനയുടെ പുറംവാതിലൂടെ അദ്ദേഹത്തിന് ഓടി രക്ഷപ്പെടാൻ വേണ്ട സഹായവും നമ്മൾ ചെയ്തു കൊടുക്കുന്നു.
നമ്മൾ ആരെയും കായികമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല, ആരെയും മോശമായിട്ട് ചെയ്യുന്നില്ല, നമ്മളൊരു കോടതി ലക്ഷ്യവും ചെയ്യുന്നില്ല, നിയമപരമായ ഒരു വ്യവസ്ഥകളെയും നമ്മൾ വെല്ലുവിളിക്കുന്നില്ല. പക്ഷേ എൻ്റെയും നിങ്ങളുടെ അവകാശം സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും ധാർമ്മിക ബോധവും ഉണ്ട്. ജ്ഞാനായ മക്കൾ എന്ന നിലയിൽ നമുക്ക് കടന്നു ചെല്ലാം. കാരണം നമ്മുടെ പല ഇടവുകളിലും ഇനി മൂലക്കാട്ട് മെത്രാനെ ക്ഷണിക്കുന്നില്ല, അദ്ദേഹത്തെ കയറ്റുന്നില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹമായിട്ട് സംവാദിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നമ്മുടെ അരമനയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അതിന് കാരണം അദ്ദേഹത്തിന് 7 മണിക്ക് കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. സന്ധി മയങ്ങിക്കഴിഞ്ഞാൽ പ്രേതത്തിൻ്റെ ശല്യം ഉണ്ടെന്നാണ് പറയുന്നത്. അരമനയിൽ പറഞ്ഞു കേൾക്കുന്നു കേട്ടോ. ഇവർക്കാർക്കും ഇല്ലാഞ്ഞ നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന പൂർവ്വപിതാക്കന്മാർക്ക് ആർക്കും ഇല്ലാത്തൊരു ഉൾഭയം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊരു സാമുദായിക വിജയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തിരുത്തുവാൻ നമ്മൾ തയ്യാറാകുക. നമ്മുടെ പ്ലാൻ ബി എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തെയും നമ്മുടെ സഭയെയും നമ്മുടെ കുദാശകളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് ആർക്കും വിട്ടുകൊടുക്കുവാൻ നമുക്ക് അസാധ്യമാണ്. അതിനുതകുന്ന രീതിയിലേക്ക് ട്രസ്റ്റുകളുടെ ഫോമിലേക്ക് ഇടവുകളിൽ സ്വയം പര്യാപ്തത എത്തുക. ആ സ്വയം പര്യാപ്തതയോടുകൂടി കുദാശകൾ നടത്തുവാൻ വേണ്ടി മാത്രം വൈദികരെ ആശ്രയിക്കുക. മെത്രാൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ. മെത്രാനെ നമുക്ക് ആവശ്യമുണ്ട്. കാരണം മെത്രാൻ്റെ കയ്യിലാണല്ലോ നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ കിടക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണം. അതുകൊണ്ട് ഒന്നും ആർക്കും പരമേൽപ്പിച്ച് കൊടുക്കാതെ, ഒന്നും ഉപേക്ഷിക്കാതെ, യാതൊരുവിധ വിഭജനവുമില്ലാതെ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ വളരെ രസമായിട്ട് കഴിഞ്ഞ ഒരു ദിവസം ഒരു വൈദികൻ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ KSSകാർ കുറേ പേരെയായിട്ട് യാക്കോബക്കാർ പോയ പോലെ അങ്ങ് പൊക്കോളൻ, നമ്മളെ എളുപ്പമാനുള്ളവരാ, പോയി പണി നോക്കാൻ അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. കാരണം നമ്മളെങ്ങും പോകാനുള്ളവരല്ല, ഇത് നമ്മുടേതാണ്. എൻ്റെയും നിങ്ങളുടെയും ഈ സമുദായത്തെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതുകൊണ്ട് നമ്മൾ അരമനയിലേക്ക് പോകുന്നു. അവിടെ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. നിയമപാലകരെ വെല്ലുവിളിക്കാൻ നമ്മൾ തയ്യാറല്ല. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ആവശ്യമായ, നമുക്ക് സ്വീകാര്യമായ, നമുക്ക് ലഭിക്കേണ്ട ഈ ന്യായമായിട്ടുള്ള സാമുദായിക ചിന്തകളെ ഉൾപ്പെടുപ്പിക്കുന്നതിന് വേണ്ടി ഈ ജനം മുഴുവൻ അരമനയിലെത്തുന്നു. ഇത് കാണണം. നാളുകളിൽ മൂലക്കാട് മെത്രാൻ ഒരു കാര്യം ചിന്തിക്കണം. 1-1.5 വർഷം അദ്ദേഹത്തിനുള്ളൂ. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഒറ്റുകാരൻ എന്ന പേര് കേട്ട് ആ കുടുംബത്തിൽ മുഴുവൻ അപമാനമാക്കിക്കൊണ്ട്, ജോൺ സാറിന് അപമാനമാകുന്ന രീതിയിൽ, ഉഴവർക്കാർക്ക് അപമാനകരമാകുന്ന രീതിയിൽ ഞാൻ പോണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള ഒരവസരം നമുക്കിന്ന് കൊടുക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്ലാൻ ബി എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്, കൃത്യമാണ്. അത് സമുദായത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്, സഭയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്, യാതൊരുവിധ വിട്ടുവീഴ്ചകളുമില്ലാതെ സഭയെയും സമുദായത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുഴുവൻ ജനങ്ങളെ വിശ്വസ്തയെടുത്തുകൊണ്ട് ഇടവുകളെ സ്വതന്ത്രമാപ്പിച്ചുകൊണ്ടൊരു പ്ലാൻ ബി അത് നമുക്ക് നടപ്പാക്കുവാൻ കഴിയും. അത് കോടതി വിധി എതിരായാൽ മാത്രം. അതല്ല, ഇനിയും തെറ്റുകൾ തിരുത്താനുള്ള അവസരം നമുക്ക് കൊടുക്കാം. സാറ് പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അരമനയുടെ പുറംവാതിലിലൂടെ ഒളിച്ചോടാനുള്ള അവസരം മാത്യു മൂലക്കാടിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സമുദായത്തിൻ്റെ മുഴുവൻ വികാരത്തെയും വിചാരത്തിലെയും നെഞ്ചിലേറ്റുകൊണ്ട് നമുക്ക് അരമനയിലേക്ക് യാത്രയാകാം. അല്പം മഴയൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും നമ്മളിതൊക്കെ കുറേ അനുഭവിച്ചതല്ലേ. ഇന്ന് അല്പം മഴ നനഞ്ഞതുകൊണ്ട് പനി വന്നാൽ അങ്ങ് പോകുന്നു, ഇതൊക്കെ വരുന്നേ. ഇന്നത്തെ ഈ പ്രതികൂലമായ സാഹചര്യം ദൈവം തന്നതാണ്. ദൈവമാണ് ഇത്ര പ്രതികൂല സാഹചര്യത്തിൽ നമ്മളെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ അതേ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി, അതേ അച്ചടക്കത്തോടു കൂടി, വളരെ ബഹുമാനപൂർവ്വം നമുക്ക് അരമനയിലേക്ക് പോകാം. അതുകൊണ്ട് കൃത്യമായ ഒരു പ്ലാൻ ബി നമുക്കുണ്ട്. ആ പ്ലാൻ ബി നാളുകളിൽ നടപ്പാകുമെന്ന ഉറപ്പിൽ തന്നെ, വിശ്വാസത്തിൽ, സമുദായം എൻ്റെ ജീവനും രക്തവുമാണെന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് പിരിയാം. ജയിക്കാനായ